ഹലോ ഗെയ്സ്, അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, ഇന്ന് ഇലക്ഷൻ ഡേ ആണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ കുറച്ച് ഇലക്ഷൻ വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ബാക്കി ഇതാണ് നമ്മളെ സ്ഥാനാർത്ഥി PM മിൻഹാജ്. ഇതാണ് നമ്മളെ ഓഫീസ്, നമ്മളെ വളവിലെ ബൂത്ത് ഓഫീസ്. രാവിലെ തന്നെ കാക്കാൻ നല്ല താത്വികമായ അവലോകനത്തിൽ കണ്ട ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ആ 386 300 692. ആരാണ് 692? 92. ചെയ്തിട്ടുണ്ടാവും. നേരെ സ്ഥാനത്ത് പോയി ചെയ്തിട്ടുണ്ടാവും. ഒറ്റ പോയി ചെയ്യോ? വാച്ച്മാനൊക്കെ വരുന്ന അത് കഴിഞ്ഞാൽ 180 കഴിഞ്ഞാൽ 14. ഇപ്പൊ തന്നെ പോയി വോട്ട് ചെയ്തു. 180 14 അതൊക്കെ ഒപ്പം പോയി ചെയ്തിട്ടുണ്ടാവും. 227. 227 രണ്ടല്ലേ? പിന്നെ 233. ഇപ്പൊ ആകെ രണ്ടാം മനസ്സിലായി. റഫീഖ് അതിലാക്കതാ വോട്ട് ചെയ്ത് പോണേ. ആ പോണ അതിലാക്ക് വോട്ട് ചെയ്ത് അറിയാൻ വേണ്ടിട്ട് എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞെന്താ ഇതിപ്പോ നമ്മളിട്ട് 2 വോട്ടർ പട്ടികയാണ് അവിടെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ അതല്ല ഒന്നും കൂടി വേണം. അപ്പൊ 2 ഭാഗമാക്കിയാൽ മതി. അതല്ലേ അതല്ലെന്നോ മുസ്താഖ് മുന്നേ ഒന്ന് പറയണം. അവിടുന്ന് ഉമ്മമായിനെ കൊല്ലാൻ പോണം. അപ്പൊ അമ്മായി വോട്ട് ചെയ്യാൻ പോണതിൻ്റെ ഒരു 3/4 മണിക്കൂർ 1/2 മണിക്കൂർ ആകുമ്പോൾ പറയണം. എനിക്ക് കുറച്ച് ഇതിന് കൊന്നിട്ട് മൂത്താപ്പാടെ എവിടെ തറവാട്ടിലെ കൊണ്ട് വാങ്ങി തരാം. എപ്പോഴാ കൊല്ലാൻ പോണ്ടേ? ആ സമയം നോക്കി പോവാന്നൊക്കെ പറഞ്ഞാൽ തിരക്ക് പെട്ടെന്നാവും. കൂടെ കയറി വോട്ട് ചെയ്യാന്. അമ്മായി ഒന്ന് വിളിച്ചു നോക്കും. ഇപ്പൊ തന്നെ വിളിക്കണ്ട, ഞാൻ പോവാനാ. മുസ വോട്ട് ചെയ്തോ? തെറ്റല്ലേ? ഓക്കെ. ഏത് ടൗണിലാക്കുകയാണെന്നുണ്ടെങ്കിലും BJP കോൺടാക്ട് ചെയ്യണമല്ലോ. കാരണം ഇവിടെ ഫുള്ള് മറ്റേ
ഗൈസ് നിസാർ ഇതാ വോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. തെറ്റല്ലേ? കൊടക്കൽ മൂന്ന് മിനിറ്റ് ചെങ്ങായി സംസാരം. അപ്പൊ ഞാൻ അങ്ങോട്ട് പറയണ്ട്. അപ്പൊ ഇത് റെക്കോർഡ് ആടോ ഞാനൊരു പിന്നാലെ പോയിട്ട് പൈരപ്പത്ത് ഇവൻ അപ്പൊ ഞാൻ അങ്ങനെ വണ്ടിമ്മ ഹെൽമെറ്റ് ഇട്ടാണ് കേക്കെല്ലാം ഇങ്ങനെ കേൾക്കുക. അപ്പൊ ഇപ്പൊ ബാക്കിലുള്ള ഉപയോഗിച്ച് ഇരുന്ന് ചെറുക്കത് കേട്ടിട്ടേ നിങ്ങളെ ഊടിലും ഉറക്കത്തിലും എന്തിന് കഴിക്കുമ്പോഴേ വരെ ഞാൻ ഉണ്ടാവുന്നതാണ്. ആടോ അതാണ് ഞാൻ ഉപ്പാന്റെ കാലത്തുള്ള മൂപ്പരാൾ തീരുമാനിക്കും. ഉപ്പാന്റെ സ്വിപ്പ് എടുത്തെടുക്കട്ടെ. അല്ല ഓലൊക്കെ ഇവിടെ കൂടി ചെയ്യാണ്ട് ബാക്കിയുള്ളവരൊക്കെ ഷമീറിന്റെ പെണ്ണുങ്ങളൊക്കെ ലിസ്റ്റ് വന്നല്ലോ. ഇല്ല ഇല്ല, ഷമീറിന്റെ യൂണിസിന്റെ ഉള്ളത് തന്നെ. ഷംസുബത്തിട്ടുണ്ട് ഗൈസ്. രണ്ട് പേരും കൊടുത്താ അതിനെന്താണ് മനുഷ്യന്മാരെ തിന്നൂലേ? റെഡിയാ? എന്ത് വിവാദം ഇതാട്ട് ബലൂണായിട്ട് രണ്ട് മൂന്ന് ബലൂൺ കാട്ട്. മൊത്തം എടുത്ത് കീസുകളുടെ മറസുക കുട്ടികളുടെ ഇഷ്ടമാരി ഒന്നുകൂടി ആട്ട്. ആർക്കും വാരിക്കൊള്ളണ കുട്ടികൾ വരും ഇവിടെ. ആർക്കെ വരും? എന്നാ അതൊക്കെ ഉണ്ടാ അവിടെ ഉണ്ട്. ആ പറയണ്ട, അത്രേ ഉള്ളു. നമ്മള് വോട്ട് ചെയ്യാൻ പോകുമ്പോഴേക്കാണെങ്കിൽ അടുത്ത് വോട്ട് ചെയ്യലാട്ടോ. തിരക്കില്ലല്ലേ? ഗൈസ് അങ്ങനെ നമ്മൾ വോട്ട് ചെയ്തു. നമ്മളെ സ്ഥാനാർത്ഥി ഇതാ. എന്താണ് എങ്ങനെയാണ്? 100% ശുഭപ്രതീക്ഷയാണോ? ശുഭപ്രതീക്ഷ. തെറ്റല്ലേ? നിക്ക് കാര്യങ്ങൾ സംസാരിക്കും. ചെയ്തോ? വോട്ട് ചെയ്തോ? കിട്ടി. നല്ലൊരു ഫോട്ടോ അങ്ങനെ ഗൈസ് നമ്മൾ വോട്ട് ചെയ്ത് നമ്മളെ സിവിക് ഡ്യൂട്ടി നമ്മൾ ഗംഭീരമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. വോട്ട് ചെയ്ത് കണ്ണാ വോട്ട് ചെയ്ത് കാണിച്ചാ സെറ്റ്. ഞെട്ടിക്കൽ കിട്ടി. ഞെട്ടിക്കല്ലോട്ട് മുപ്പത്തിരണ്ട് 42 105. ഗൈസ് എല്ലാവരും വോട്ട് ചെയ്തില്ലേ? ഇടതുമേ കിട്ടാ അഞ്ചാ സെറ്റ്. എല്ലാരും ഇതൊക്കെ കൊടക്കുത്തിരിക്കട്ടോ. സെറ്റ് മുത്തുമാർ വോട്ട് ചെയ്തില്ലേ? സെറ്റ് കോടൊക്കെ സെറ്റാക്കി എടുത്തു തരും എനിക്ക്. അങ്ങനെ ഗൈസ് സമയം 4:30 ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി
വോട്ടിനെ കുറിച്ച് രണ്ടു വാക്ക്. വോട്ട് നമ്മളെന്തായാലും തോൽക്കും, ഉറപ്പാണ്. അത് അങ്ങ് വർത്താനോ? ഞാൻ തോൽക്കുന്നു പറഞ്ഞ സാധനമൊക്കെ ജയിച്ചില്ല, അതാണ് പറഞ്ഞത്. എന്താ മതി. മിനിറ്റിന് ചായ കുടിച്ചു വരുന്ന കണ്ണനും മർസൂക്കും 5 മിനിറ്റ് കൂടി ചായ ഇവർക്ക്. കണ്ണതാ എല്ലാവർക്കും ബിസ്ക്കറ്റ് വിതരണം ചെയ്യുന്നത്. കണക്കും കേട്ടോന്ന്. ഏതാ ബിസ്ക്കറ്റ്? 50-50യോ? അല്ല ക്രീം ബിസ്ക്കറ്റ് വാങ്ങി വന്നില്ല. ഗൈസ്, ഞങ്ങൾ അങ്ങനെ ചായ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഷംസുവാണ് ചായ ഉണ്ടാക്കാൻ പോകുന്നത്. സൗക്കാണ് സ്റ്റൗവും കാര്യങ്ങളും കൊടുത്ത് ചായപ്പൊടി കൊണ്ടുവരാൻ പോവാണ്. കത്തി ഇത് പന്തലൊക്കെ പോ കത്തൂട്ടോ. ഈ പന്തൽ ഇവിടെ എന്താ ഓട്ടുന്നത്തോടെ കഴിഞ്ഞു. ഇത് മൊത്തം കത്തിക്കാൻ പോവാണ്. ആ കേശുവിനോട് മാറ്റി, അല്ലെങ്കിൽ പന്തൽ കത്തു. കടി വരും. അനീഷ് വന്നു. ചായയുടെ ടൈമായി മന്ദരെ കടന്നു തുടങ്ങിയത്. ഇപ്പൊ നീച്ച് വന്നാണ് താനീഷ്. സഖാവ് കേശു. 200 പഴംപൊരിയും 100 ഉള്ളിവടയും ഇപ്പൊ വരും കേട്ടോ. ആ ചായ പൊളിക്കും. എല്ലാരും വരും, ചായ അടിച്ചു പോവാ. ജംഷീർ സ്പെഷ്യൽ ചായയാണ്. കറാമ്പൂട്ട ചായ. പാലിപ്പോ വരും. പാലെടുക്കാൻ പോയിക്കണേ. ഞാൻ പറഞ്ഞു അങ്ങനെ ബാക്കിയുള്ളവരും പറഞ്ഞ പാലുള്ള പാല് തിളപ്പിച്ചോ കളഞ്ഞു. ചായ ഉഷാറായി. ഓരോ 4 മാസം കൂടും കലക്ഷനാണ്. ഓരോ 4 മാസം കൂടും കലക്ഷൻ. ഈ വൈബ് കിട്ടൂല. രാത്രി ഫുഡ്, ഉച്ചക്ക് ബിരിയാണി, വൈകുന്നേരം പോയി. എടാ ഒരു പരിപ്പോട അടിക്കാം. വേണ്ട എടാ കണ്ണ ഒരു പരിപ്പോട അടിക്കാം. എടാ കടി എടുത്തോളിട്ട് ആള് കൂടെ പിന്നെ കിട്ടില്ല പറ്റില്ല പറഞ്ഞത് അല്ലേ? എടുക്കണവർക്ക് എടുക്കാം, അവർക്ക് എടുക്കണ്ട. ഇത് വേണേ എടാ രണ്ടോട്ടാ മതി. അയ്യോ മതി. സ്ട്രോങ് ചായ ഉടക്ക് ലൈറ്റ് ചായയാണ്. ആർക്കും സ്ട്രോങ് ഉണ്ട്. ആർക്കും സ്ട്രോങ് ഒരു ചായ ഉള്ളൂ. ലൈറ്റ് വേണോ? അടുത്തോ ഇതെടുത്തത് കൈയടിക്ക്. വെള്ളം തിളച്ചാലല്ലേ ചായ ആവുള്ളൂ. കളിക്ക് സമാധാനമില്ലടാ. സൈനു ഇഷ്ടപ്പെട്ടു ചായ. സൈനു ഇഷ്ടപ്പെട്ടു. ലോക്കൽസിനൊക്കെ ലീഗറിന് ഇഷ്ടപ്പെട്ടു.
വാവ്. രണ്ടാമത്തെ എന്താ പന്നി ഞാൻ എന്താ കാട്ടിയത് ഞാൻ തൊട്ടി വെച്ചിട്ട് ഇയാളെ എടുക്കാൻ പറ്റില്ല പിന്നെ ഇവിടെ എങ്ങനെയൊരു പരിപാടി നടത്തുന്നു അവിടെ ഒരു പണ്ട് ഇരിക്കണേ കാര്യമായ ചർച്ചയിലാണ്. എന്തെങ്കിലും മനസ്സിലുണ്ടാവുന്ന അറിയാം. നോക്കാണ് എത്ര വോട്ട് നമുക്ക് കിട്ടി, എത്ര വോട്ട് പോയി, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. സുനിയെ എന്താണ് അവലോകനം? സെറ്റല്ലേ? ജയിക്കൂലേ? എന്തെങ്കിലും കാട്ടുന്ന ഇയാടെ എന്താ കരുത്തുള്ള ഇതുവരെ നോക്കിയിരുന്നു. ഈ ചെക്ക എന്തി കാണിക്കണം? ഇയാളെ ആറ്റിലും കൂടി നന്നാക്ക് പൂരിക്കുന്ന ആയിക്കളെ. അങ്ങനെ വെക്കണ്ട. അത് മതി ആവശ്യോട് ആയി ഒന്നുകൂടി പൊങ്ങാണ്ട് കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് പെണ്ണിട്ടെടുക്കുക ഇടക്കിടക്ക് കിട്ടല്ലേ. ചോട്ടമൊബൈല് മറ്റേ സിദ്ധിക്ക് എടാ ലാസ്റ്റ് അവസാനത്തെ ഒരു മാല കെട്ടിയായിക്കോട്ടെ. കലാശക്കൊട്ട് കലാശക്കൊട്ട് അമ്മ കുമ്പിട്ട് നോക്ക്. കളയല്ലേ ആകെ 4 ഗ്ലാസ് ചായ ഉള്ളു. ഈ മേശമോട് ഈ മേശമോട് വെച്ചോ. എന്നാ കാട്ടിക്ക ഈ ഗ്ലാസ് എന്നാ കൈമക്ക് പാടില്ല കേട്ടോ. നല്ല ചൂടാട്ടോ. അല്ല ഞാൻ നിലത്തേക്ക് കൈമക്കായ കൊള്ളും. ആ ഈ ഗ്ലാസ് കുടിക്കണം. ചായ എങ്ങനെ ചായ മൊത്തം കുടിച്ചോ? അതല്ലേ ഊതി കുടിക്കണം. ചായ ഇങ്ങനെ ഊതി കുടിക്കണം. അമ്മോ ചൂട്. ചായ വെക്കണേ സംബന്ധിച്ച് ചായ വെക്കണേ. ഈ പനി എന്താ കൊടുന്നേ? ഇവിടെ എന്തിനാ കൊടുന്നേ? പണിക്കൊഴിച്ചപ്പോ വരുന്നില്ലല്ലോ. ചായ അടിക്കാന്ന് വരിക. എത്ര ആൾക്കാർ വോട്ട് പിടിച്ചു? 4 ആൾക്കാർ വോട്ട് പിടിച്ചു. ആ എന്നാ മതി. എന്നാ ചെക്കണി ആൾക്ക് 2 ഗ്ലാസ് ആൾക്ക്. പ്രവർത്തകനായ ആകെ ഒരേ ഒരു വ്യക്തി അവിടെ നോക്കി നമ്മളതൊക്കെ നല്ലപോലെ വോട്ട് വെച്ചിരിക്കുന്നു. അടുത്ത ഇലക്ഷൻ നിക്കണം. അടുത്ത ഇലക്ഷൻ നിൽക്കണ്ട. അതിന് ഞങ്ങള് ആദ്യം എഴുത്തുമാനും പഠിക്കണ്ടേ. സെറ്റല്ലേ? അടുത്ത ഇലക്ഷൻ നമ്മള് സെറ്റല്ലേ? അതല്ല ആ പെട്ടിപ്പീരുടെ ഫസ്റ്റ് ടീച്ചർ മാത്രം നല്ലപോലെ കേട്ടില്ല. മകൻ കണ്ട് കോണിയും കണ്ട് ബാക്കി നമ്മൾ പൊങ്ങിക്കാം. ഷംസുപ്പ് ഉണ്ടാക്കി ചായ കുടിച്ചോണ്ട് ഇതാ നമ്മളെ ബൂത്തിലെല്ലാരും. ഇതെന്താ അറിയോ? എന്ത് ഗ്യാസ്? ഇത് ഗ്യാസ് ഒന്നും ഇല്ല. ഗ്യാസ് ഇങ്ങനെ നടക്കട്ടെ. നമുക്ക് നമ്മുടെ പിന്നെ കൊടയടാ. അയ്യോ കത്തിക്കല ഓണകലം താടി പോട്ടോ. അത് പാത്രം കൊണ്ട് മേൽഭാഗം മൂടിയിട്ടാണ് കത്തിക്കല്. പ്രശ്നമാകും. മിനിറ്റിൽ എന്റെ താടി കൂടി ചെയ്യുമ്പോ
കണ്ണ ഇത് വെറും ചായയല്ല, ഇത് പാൽ ചായയാണ്. ഓക്കെ, ഇത് അവന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ സ്പെഷ്യൽ ചായ. അവൻ ബൂത്തിലൊന്നും മെഴുകുണ്ടാവും, ഞങ്ങളിവിടെ ചാടിച്ചു. കാരണം ഞങ്ങളൊക്കെ അവൻ്റെ പ്രവർത്തകരാണ്. അതിലുപരി ഞങ്ങളൊക്കെ നല്ല മനുഷ്യരാണ്. എല്ലാവരും മനുഷ്യരാണ്, പക്ഷേ ഞങ്ങൾ കുറച്ച് ടോപ്പാണെന്ന് മാത്രം. മനസ്സിലായില്ലേ? തൊരപ്പനും സൈനും എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്. സൈനും എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്, ഒന്നും കേൾക്കണില്ല. അത് ഞങ്ങളെ കോട്ടയം വീരൻ മലൈ മികച്ച് തിരിഞ്ഞിരിക്കുന്ന കാരണം കുണ്ടി മാത്രമേ കാണുന്നുള്ളൂ. ഞങ്ങളെ സ്ഥലത്തെ പ്രധാന പയ്യന്മാർ ഷംസു വിത്ത് ഷൗക്കു. ചായ ഉണ്ടാക്കിയത് ഷംസുവാണ്. ഷംസു ഷൗക്ക് എന്തിനാ വെറുതെ കൈ നോക്കിക്കണ്, എന്നാലും നമ്മളെ കാര്യമാക്കണില്ല. പിന്നെ ഞാൻ സൈനുവിനെ കാണിക്കണം എന്താണെന്ന് വെച്ചാൽ വളരെ നല്ലൊരു മനുഷ്യനാണ്. എല്ലാവർക്കും ചായ കൊടുത്തു ഗൈസ്, എല്ലാവർക്കും ചായ കൊടുത്ത് കാണുന്ന വരികയാണ്. ഇതാ നമ്മളെ ചായ എല്ലാവരും കുടിക്കണേ സന്തോഷത്തോടെ. ചായ കുടിക്കണേ. പൂട്ടിപ്പോയടാ. പോളിംഗ് ബൂത്തിൽ പോളിംഗ് കുറവാണെങ്കിലും നമ്മളെ ബൂത്തിൽ നല്ല പോളിംഗാ. ചായ, പരിപ്പുവട. അങ്ങനെ ഗൈസ് നമ്മളെ ദിവസം ഏകദേശം തീർന്ന് 6 മണിയായി. എല്ലാവരും വോട്ടൊക്കെ ചെയ്ത് നമുക്ക് സ്ഥാനാർത്ഥിനൊന്ന് കാണാണ്ട്. സമയം 6 മണിയായി. ഞാനിപ്പോൾ വോട്ട് ചെയ്യാൻ പറ്റി. ദോശയാണ് പോവാണ്. ശനിയാഴ്ച കാണാം 3 മണിക്ക്. ചെക്കൻ ജയിച്ചു വരട്ടെ, പിന്നാലും വരും, ചേട്ടൻ വരട്ടെ. അതെ, ബോഡി നമ്മളെ കയ്യിൽ കിട്ടട്ടെ. എൽഡിഎഫിൻ്റെ ബോർഡോ മൊത്തം നമ്മളെ കയ്യിൽ. നായക 1147 തൊട്ട് ടോട്ടൽ ബോൾ ചെയ്തു. 700 ഇട്ട് 600 ഇട്ട് ജയിക്കാം പോരെ. നാളെ ജയിക്കും. നാളെ മറ്റന്നാ. അപ്പൊ നാളെ ജയിക്കും. 100% വിജയം. അതിൽ കുറഞ്ഞൊന്നുമില്ല. ജയിച്ചിട്ട് പഞ്ചായത്തിൽ വന്നിട്ടോ. പഞ്ചായത്തിലാണ് തോറ്റാലും പോ പഞ്ചായത്തേക്ക്. ജയിച്ചിട്ട് കാണുന്ന പറയുന്നത് പഞ്ചായത്തിലാണോ? പഞ്ചായത്തിലാണ്ടേ വണ്ടിക്കൊന്നും മിഞ്ഞാഞ്ഞ് പേപ്പർ എടുക്കാം. എഴുതാട്ടെന്ന് പറയാ. ഉദയ സൂര്യൻ ശനിമാഷ് ശിങ്കാരി വെള്ളം മുക്കി നിന്നേ. ആത്മവിശ്വാസം പ്രതീക്ഷ ഇപ്പം എന്താ? ഇന്നോട് വോട്ട് ചെയ്യാവുന്നവരൊക്കെ വോട്ട് ചെയ്താൽ ഞാൻ ജയിക്കും. അത്രയുള്ളൂ, അതന്നെ എൻ്റെ പ്രതീക്ഷ. എന്താ അവസ്ഥ? എന്താ അവസ്ഥ നമ്മൾക്ക് പറയാൻ പറ്റൂല. പടത്തിന്റെ കളിയാണ്, അത്ര പറയാൻ പറ്റുള്ളൂ. ഇവനെ കുറച്ച് ആൾക്കാരോട് പറഞ്ഞിട്ടില്ലാന്ന് പറഞ്ഞു വോട്ട്. ആരോട്? ഇപ്പൊ കൊറേ ആൾക്കാർ പറഞ്ഞിട്ടില്ല. ഇത്ര നടപടി നിൽക്കല്ലേ സ്ഥാനാർത്ഥിയായിട്ട്. ഇപ്പൊ പറയാത്രക്ക് വോട്ട് ചെയ്യണം. കുറച്ചാൾക്കാർ വോട്ട് ചെയ്തില്ലാന്ന് പറഞ്ഞു. ഒറ്റ വേട്ടാണ് കൊടുത്താലോ. ഇത് കൊറേ മുന്നേ പറയണം. നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് പറയണേ. അങ്ങനെ ഈ കയ്യെടുക്കലോട് കൂടി നമ്മുടെ ഇലക്ഷൻ അവസാനിച്ച് 2 സ്ഥാനാർത്ഥികളും മാഷേ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. കാണാം.